ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ വീക്കെൻഡ് പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ലേ? എന്നാൽ പിന്നെ നമുക്കൊരു കണ്ണൂർ കോക്ടെയിൽ പരീക്ഷിച്ചാലോ? കണ്ണൂർ കോക്ടെയിൽ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാനൊരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും ടേസ്റ്റുള്ളൊരു ജ്യൂസ് ഞാനിതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അപ്പോൾ കണ്ണൂരുകാർക്കറിയാം കണ്ണൂരിലെ ജ്യൂസ് കടകളുടെ മുമ്പിലെ തിരക്ക് ഈ ജ്യൂസ് മേടിച്ച് കുടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്നൊന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ക്യാരറ്റ് വേവിച്ചതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം പഴുത്ത പപ്പായയും എടുത്തിട്ടുണ്ട്. പപ്പായ കുറച്ച് മതി കേട്ടോ, ക്യാരറ്റിൻ്റെ അത്രയും വേണ്ട. അതുപോലെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് വനില ഐസ്ക്രീമാണ്. അത് ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷുഗറിന് പകരം കണ്ടൻസ് മിൽക്ക് വേണേലും ചേർക്കാം. പക്ഷേ ഇതിൻ്റെ ഓത്തൻറ്റിക് റെസിപ്പിയിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പഞ്ചസാര ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് മിൽക്കാണ്, ഫ്രീസ് ചെയ്ത മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രോസൺ മിൽക്ക്, അതിൻ്റെ 1 പാക്കറ്റ് മിൽക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തു. ഇനി വേണ്ടത് 1 പിടി കോൺഫ്ലേക്സ് ആണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പിടി കാഷ്യൂ നട്ട്സ്. പിന്നെ ചേർക്കുന്നത് 1 പിടി ഉണക്കമുന്തിരി. ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഈ നട്ട്സും ഈ കോൺഫ്ലേക്സും ഒക്കെ ഒന്ന് കടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് സ്കിപ്പാക്കല്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു 3 ഗ്ലാസ് കോക്ടെയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്കിവിടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഞങ്ങളുടെ വീഡിയോസും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോക്ടെയിലിൻ്റെ മുകളിൽ ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സും നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ കേട്ടോ. കണ്ണൂരുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ, അല്ലെങ്കിൽ കണ്ണൂരുകാരാണെങ്കിൽ അറിയാം ഈ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിലെ ജ്യൂസ് കടകളുടെ മുമ്പിലെ തിരക്ക്. അപ്പോൾ നിങ്ങളും 1 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം. മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുമല്ലേ ഈ വീക്കെൻഡിൽ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോൾ ബായ്.